Hi guys, my name is Sandeep and welcome to my channel. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെക്ക് ചെയ്യുന്നത് ഒരു ആപ്പ് റിവ്യൂ ആണ്. Lightroom Mobile എന്നൊരു ആപ്പ് എല്ലാവർക്കും പരിചിതമായ ഒരു ആപ്പാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ചെറിയൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. കുറേ പേര് Lightroom സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്, മൊബൈൽ Lightroom. പക്ഷേ അവർക്കൊന്നും കുറച്ച് ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഈ ആപ്പിൽ അറിയില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആപ്പിൻ്റെ ചെറിയൊരു റിവ്യൂസ് നോക്കാം. അപ്പോൾ ഇതിൽ നോർമലായിട്ട് ഫസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ കളർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. കളറിലാണ് നമ്മൾ വൈറ്റ് ബാലൻസ്, അതേപോലെ തന്നെ അതിൻ്റെ ടിന്നു, വൈബ്രൻസ്, സാച്ചുറേഷൻ എല്ലാം കൊടുക്കുന്നതിലാണ്. ഡബിൾ ക്ലിക്ക് ചെയ്താൽ സിംഗിൾ ലൈനിലേക്ക് വരും അത്. സോ നമുക്ക് അത് വേണ്ട. അതിൽ മുകളിൽ മിക്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ മിക്സിൽ നമുക്ക് ആദ്യമായിട്ട് എല്ലാ കളേഴ്സും നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഗ്രേഡിങ് ചെയ്യാം. അതായത് ഓറഞ്ചിൻ്റെ സാച്ചുറേഷൻ കുറക്കുക, അതിൻ്റെ ലൂമിനൻസി കുറച്ചായിട്ട് ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ യെല്ലോസിൻ്റെയും അതേപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എല്ലാ രീതിക്കും. ഗ്രീന് നമുക്ക് മുഴുവനായിട്ട് എടുക്കാൻ പറ്റുന്നൊരു ഓപ്ഷൻ അതിലുണ്ട്. അതേപോലെ ഗ്രീനിൻ്റെ ഒപ്പാസിറ്റിയും കാര്യങ്ങളും, ഹ്യൂ, അതേപോലെ ലൂമിനോസിറ്റി. ഇപ്പോൾ പിക്ചർ ടോട്ടലായിട്ടൊന്ന് മാറിക്കിട്ടി, ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കിയാൽ മനസ്സിലാവും. സോ അതേപോലെ തന്നെ അക്വ, സിയാൻ, മജന്ത, അങ്ങനെ പോലെ എല്ലാ കളേഴ്സും നമുക്കതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈവൻ റെഡ് ആണെങ്കിൽ റെഡ്, ആ തലയിൽ റെഡ്, അത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുക, കുറച്ച് കൂട്ടി കൊടുക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക. ടോട്ടൽ ആ കളർ ഡീസാച്ചുറേറ്റ് ചെയ്യുക. അതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു കളർ ആഡ് ചെയ്യണമെങ്കിൽ ഡണ്ണ് കൊടുത്ത ശേഷം ഇവിടെ ഒരു സൈഡിലായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട്. എഫക്റ്റിൽ സ്പ്ലിറ്റ് ഓൺ എന്നിട്ടൊരു ഓപ്ഷൻ വരും. അതിൽ നമ്മൾ ഒരു കളർ ഇങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓവർലാപ്പായിട്ടൊരു കളർ ഇങ്ങനെ വരും ഫേസിലേക്ക്. സെയിം അതേപോലെ അതിൻ്റെ ഹൈലൈറ്റ്സിലാണ് ഫസ്റ്റ് കളർ കൊടുത്തത്. അതേപോലെ ഷാഡോസിലും നമുക്ക് ഒരു കളർ കൊടുത്തു കഴിഞ്ഞാൽ പിക്ചർ ഒരു വേറെ ടോണിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. അതേപോലെ ഇത് ബിഫോർ ആൻഡ് ആഫ്റ്റർ. അപ്പോൾ അതേപോലെ അതിൽ ഷാർപ്പൻ ഓപ്ഷൻ ഉണ്ട്, ഷാർപ്പൻ ചെയ്യുക. ആ ഷാർപ്പനിൽ തന്നെ മാസ്കിങ്, നോയ്സ് റിഡക്ഷൻ, അതേപോലെയുള്ള ഓപ്ഷനെല്ലാം ഉണ്ട്. അത് നമുക്ക് ആ രീതിക്ക് അത് നോയ്സ് റിഡക്ഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിക്ചർ ഒരു വേറെ ലെവലിലേക്ക് എത്തും. ഇതാണ് ആ പിക്ചർ എത്തും. അപ്പോൾ ഇതിൻ്റെ ബിഫോർ ഒന്ന് നോക്കാം. ഇത് ബിഫോർ ആൻഡ് ദിസ് ഈസ് ആഫ്റ്റർ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാം. ഇതിൽ ബേസിക് സെറ്റിങ്സ് കുറേ ഉണ്ട്. കറക്ഷൻ, എക്സ്പോഷർ, അതിൽ നമുക്ക് എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യുക. അതേപോലെ കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. സെയിം അതേപോലെ ഹൈലൈറ്റ്സ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുക, വേണമെങ്കിൽ മാത്രം അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഷാഡോസും വേണമെങ്കിൽ വൈറ്റ്, പല കാര്യങ്ങൾ. ഇതെല്ലാം നമ്മൾ Lightroom ഡെസ്ക്ടോപ്പിലുള്ള സെയിം ആണ്. മൊബൈലിൽ കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് ചെയ്യുക. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നത്, ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോനെ കുറിച്ചും ചാനലിനെ കുറിച്ചിട്ടും എന്തെങ്കിലും നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇമ്പ്രൂവ് ചെയ്തായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.